നമസ്കാരം. ഞാനിന്ന് ചിന്തകളോ ആശയങ്ങളോ വേറെ തോട്ട്സോ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വന്നതല്ല. ഞാനിന്ന് വളരെ സന്തോഷം. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം, യുവജനങ്ങൾ നടത്തിയ ഒരു പ്രക്ഷോഭം വിജയം കണ്ടതിൽ വളരെ ആവശ്യമായൊരു സമരം ആവശ്യമായൊരു സമരം വിജയം കണ്ടതിൽ ഉള്ളൊരു സന്തോഷമാണ്. അത് സംസാരിക്കാനാണ്. അതിൽ ഞാൻ എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാം. അതിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിലും സപ്പോർട്ടാണെങ്കിലും അതൊന്നും നിങ്ങൾ അറിയിക്കുക. അത്രയേ ഉള്ളൂ. മൊത്തത്തിൽ അറിയാനുള്ള ആഗ്രഹം. നമ്മുടെ കുട്ടികൾ ഡൽഹിയിൽ നടത്തിയ ഒരു എക്സാം 10-20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കാരണം അവർ കണ്ട സ്വപ്നങ്ങൾ, അവർ പഠിച്ച യാതനകൾ, അവർ പഠിച്ച കാര്യങ്ങളെല്ലാം പരീക്ഷ എഴുതുമ്പോഴും പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷവും പരീക്ഷ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ചതിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന മനോവേദനയിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടി നടത്തിയ പ്രക്ഷോഭം വിജയം കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളുടെ ഇപ്പം ആ കുട്ടികൾക്ക് ഇനി 1 കോടി രൂപ കൂടി കൊടുക്കാനുള്ളൊരു ആവശ്യം കൂടി ഉണ്ട്. അതും കൂടി കൊടുക്കണം. കാരണം ആ മക്കൾ പഠിച്ചതും എല്ലാം ആ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും. അവരെ പരീക്ഷയിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചതും ആ കുടുംബത്തിന് വേണ്ടി. പുതിയൊരു ജോലി ലഭിക്കണം, കുടുംബം രക്ഷപ്പെടണം എന്ന് വിചാരിച്ചത് തന്നെയിലേക്ക്. അപ്പോൾ ഈ ഒരു പാവം കൊണ്ട് കുടുംബം രക്ഷപ്പെടട്ടെ. അവരുടെ കുറവൊന്നും ഇതുകൊണ്ട് നികത്താൻ സാധിക്കില്ല. എന്നാൽ കൂടി അത് ഒരു സന്തോഷം. പക്ഷേ നമ്മുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്, സംസ്ഥാനങ്ങളാവട്ടെ, രാജ്യമാവട്ടെ, ഡെവലപ്പ് ചെയ്യേണ്ടതും ഇനി ഡെവലപ്പ് ആവാൻ പോകുന്നതും വിദ്യാർത്ഥികളിൽ കൂടിയാണ്, യുവജനങ്ങളിൽ കൂടിയാണ്. അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വ്യക്തികൾ നമ്മളെ നയിക്കാതിരിക്കട്ടെ, ഇതാണ് എൻ്റെ ആഗ്രഹം. കാരണം കുറച്ചൊരു വിദ്യാഭ്യാസം ഉള്ളവരാണെച്ചെങ്കിൽ, അത്യാവശ്യം ബുദ്ധിബോധമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ എക്കണോമി എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ ഇക്കോണമി എങ്ങനെയാണോ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യം എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് അവർ വളരാൻ വേണ്ടിയിട്ട് ഭരണത്തിലെത്തുക, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം ഇക്കോണമിനെ ഇതാക്കുക. അപ്പോൾ അവിടെ അഴിമതികളുണ്ടാവും. അങ്ങനെയാവുമ്പോൾ ഈ രാജ്യം ഒരിക്കലും രക്ഷപ്പെടില്ല. പക്ഷെ അതല്ലാത്ത ഒരു വിദ്യാർത്ഥി സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ. നിഷ്പക്ഷരായ കുറേ വിദ്യാർത്ഥി സമൂഹം, രാഷ്ട്രീയ ഭേദമന്യേ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ പല വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളിലും ആളുകൾ കുറയാൻ കാരണം അത് മടുത്തു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ആവട്ടെ, അത് ഒരു മടുത്ത് കഴിഞ്ഞു കുട്ടി.